കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അതിൻ്റെ തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് കാണുക, മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലിൻ്റെ ശില്പവും കാണാം. അത് കഴിഞ്ഞ് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതേപോലെ കെടാവിളക്കും കാണാം. അതേപോലെ വലത് വശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പ്രകാശം കാണാണ്ട്, അതുകൂടാതെ ഇന്നൊരു പ്രത്യേകത കാണാണ്ടല്ലോ. അന്ന് കാൽപാദമല്ല കാണുന്നത്. ഇന്ന് കാണുന്നത് ദശാവതാരത്തിലെ 2ാമത്തെ അവതാരമായ കൂർമാവതാരമാണ്. അപ്പോൾ ആ ആമയുടെ ആ പുറന്തോടുകൾ ശൽക്കങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നു. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അരയിൽ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്, അരയ്ക്ക് മേലെ മഹാപ്രഭുവാണ് കേട്ടോ. ആ കൂർമാവതാരമൂർത്തി അരയ്ക്ക് മേലെ മഹാപ്രഭുവായിട്ടാണ്, നാരായണനായിട്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മാറത്തൊരു മാങ്ങാമാലയും ഒരു വളയം പോലത്തെ മാലയുണ്ട്. അതേപോലെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ 4 തൃക്കൈകളുണ്ട്. ശംഖും ചക്രവും സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഒരു കൈ അഭയഹസ്തമാണ്, ഒരു കൈ അനുഗ്രഹിച്ചും കൊണ്ടാണ്. അപ്പോൾ 2 കാര്യം കൊണ്ടാണ് എല്ലാം കൂടി തികഞ്ഞ ആ മഹാപ്രഭുവായിട്ട് കൂർമാവതാരമൂർത്തിയായിട്ട് ആ ശ്രീലകത്ത് ഇങ്ങനെ വിളങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ച കാണുകയാണ്. അങ്ങനെ മുകളിലേക്ക് കിരീടം ചാർത്തിയിട്ടുണ്ട്, പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാല 2 എണ്ണം. അതെങ്ങനെ വെച്ചാൽ തെച്ചിയും വെളുത്ത പൂവും കൂടിയുള്ളത്. അതന്നെ 2 എണ്ണം. വെളുത്ത പൂവ് പിന്നെ കുറച്ച് തെച്ചിയായിട്ട്, അങ്ങനെ 2 എണ്ണമായിട്ട്. പിന്നെ ഒരു ഉണ്ടമാലയാണ്. ഉണ്ടമാല എങ്ങനെ വെച്ചാൽ അത് തെച്ചിയുണ്ട്, താമരയുണ്ട്. അങ്ങനെ ഉള്ള ഒരു കാഴ്ച ഒറ്റ ഒന്നേ ഉള്ളൂ. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. ചതുർബാഹു ആണെങ്കിലും നല്ല രസമായിട്ടാണ്. മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല രസം. ആ കൂർമാവതാരമൂർത്തിയുടെ ആ ഒരു രൂപത്തിൽ നമ്മളിപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരുടെയും മനസ്സിപ്പോൾ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കേൾക്കുന്ന സമയത്ത്, ഏത് സമയത്താണോ എന്നെ കേൾക്കുന്നത് ആ സമയത്ത് ഭഗവാന്റെ തിരുനടയിൽ നിന്ന് ഭഗവാനെ നോക്കുകയാണെന്നങ്ങനെ കാഴ്ച കാണുക. അപ്പോൾ കാണുന്ന ആ കാഴ്ച ആണ് ആ കൂർമാവതാരമൂർത്തി മഹാപ്രഭുവായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുതോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളി ഗണപതി ഹോമം നടക്കുന്നതും അതേപോലെ ഭഗവാന് നേദ്യങ്ങൾ തയ്യാറാക്കുന്നതുമായ ആ തിടപ്പള്ളി കണ്ടു തൊഴാം. പിന്നീട് ആ ചുവരിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ആലിലക്കണ്ണനെ കാണാം. പിന്നെ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അതും കഴിഞ്ഞ് നേരെ വിഘ്നേശ്വരനെ കാണാനായിട്ട് പോവാം. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ കിരീടമൊക്കെ വെച്ച് നല്ല സുന്ദരനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ നല്ല ആടയാഭരണങ്ങളോട് കൂടിയിട്ട് ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് വരുമ്പോൾ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അത് കഴിഞ്ഞ് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ അനന്തശായിയായ അനന്ത പത്മനാഭനെ കണ്ട് തൊഴാം.
അവിടെ നിന്ന് താമരമാലകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. മുകളിൽ തുളസി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക, സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, അങ്ങനെ ആ ശ്രീകൃഷ്ണനെയും കാണാം. ശ്രീകൃഷ്ണൻ്റെ അവിടെയും ബലരാമൻ്റെ അവിടെയൊക്കെ തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുരുകൻ്റെ അടുത്ത് വരുമ്പോൾ ധാരാളം ഭസ്മങ്ങളുണ്ട്. ഭസ്മം ഇങ്ങനെ അഭിഷേകം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. കുങ്കുമമുണ്ട്, അതേപോലെ വെറ്റിലമാലയുണ്ട്, ഒരു തെച്ചിമാലയുണ്ട്. തെച്ചിയും തുളസിയും കൂടിയും കൂട്ടിയതും ചാർത്തിയിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് പിന്നീട് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. കാളിയമർദ്ദന രൂപത്തിൻ്റെ അവിടെയും രാധാകൃഷ്ണനും ഓരോ മാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നീട് ഓവിൻ്റെ അവിടെ വന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. അതിന് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം ഇങ്ങനെ തിളങ്ങണ കാണാം. പിന്നെ മണിക്കിണറും അതേപോലെ ഭഗവാന്റെ നൃത്താറിയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അവിടുന്ന് അങ്ങനെ പോന്ന് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ കുറൂരമ്മയും നാരദരും മേൽപ്പത്തൂരും വസുദേവരും ഒക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വരിക. ചന്ദനവും തീർത്തൊക്കെ അവിടുന്ന് വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരി കത്തുകാവിലെ ഭഗവതിയെ കാണാം. ഭഗവതിയെ കാണാനായിട്ട് പോയി. അവിടെ കുറച്ചൊക്കെ തിരക്കുണ്ട്, എന്നാലും അതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്മയെ കാണാം. അമ്മ മുഖത്തൊക്കെ ഗോളക തന്നെയാണ്. പിന്നെ കിരീടമൊക്കെ ഉള്ള ഒന്നിച്ചുള്ള ഗോളകയാണ്. പിന്നെ ആ ചുവന്ന പട്ടും അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു മഞ്ഞ കളറുള്ള പട്ടും ഉണ്ട്. പിന്നെ ധാരാളം തെച്ചിപ്പൂക്കളുണ്ട്, മാലകളും തെച്ചിയുടെ ഉണ്ട്. പിന്നെ അതേപോലെ സ്വർണത്തിൻ്റെ മാലകളുണ്ട്. ശിവേലി വിഗ്രഹത്തിൻ്റെ മുകളിലുണ്ട് തെച്ചിപ്പൂവിൻ്റെ മാലകൾ. അപ്പോൾ അമ്മയെ പ്രാർത്ഥിക്കാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയിട്ട് നമുക്ക് ദർശനം കിട്ടിയ പോലെയാവും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കൂർമാവതാര മഹാപ്രഭുവിനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അവിടുന്ന് കൂത്തമ്പലത്തിലേക്ക് വന്നാൽ അവിടെ ആ കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ടാവും. അതും കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെയും കിരീടമൊക്കെ വെച്ച് ഒന്ന് പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു കറുത്ത വസ്ത്രം അങ്ങനെ അരയിൽ കെട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ മാലകളുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, അർച്ചനപ്പൂക്കൾ ധാരാളമുണ്ട്. അപ്പോൾ ഭൂതനാഥനെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് അങ്ങനെ നാരായണാലയത്തിൽ വന്ന് അവിടെ കയറുമ്പോൾ തന്നെ ഇടതുവശത്ത് പൂന്താനം തിരുമേനിയുടെ ഉണ്ണി, അതായത് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നെ അവിടെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് വീണ്ടും ഭഗവതി നടയിലേക്ക് വരാം. അത് കഴിഞ്ഞ് കിഴക്കേ നടയിലേക്ക് വന്ന് ഭഗവാനെ ഒന്നുകൂടി നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ തെക്കേ നടയിലേക്ക് വരണു. അപ്പോൾ ആ കൂവളത്തെ കാണാം. ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു.
എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.